ഹായ് മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ന്യൂ വീഡിയോ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പാർട്സ് ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. ഹജുമ ടീച്ചർ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, മാർക്കിസം, ഡാർവിനിസം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ കുറെ പരിണാമം നടന്നിട്ട് എങ്ങനെയാണ് ഇന്ന് കാണുന്ന ലൈഫ് ഉണ്ടായേ, അല്ലെങ്കിൽ മനുഷ്യന്മാരിലേക്ക് എങ്ങനെ ഓരോ ജീവികളിൽ നിന്നും പാസ് ചെയ്ത് എത്തി എന്നൊക്കെ പറഞ്ഞതാണ്. കുറെ വാക്കുകൾ നമ്മൾ പുതിയത് പഠിച്ചു. അപ്പൊ എല്ലാത്തിന്റെയും സ്പെല്ലിംഗ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇനി ഒരു ജീവിയുടെ അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യന്മാർക്ക് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ബ്രെയിൻ ഉള്ളത് കൊണ്ടല്ലേ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള, മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം, മനുഷ്യനിലെ നാഡീ വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, മനുഷ്യ ശരീരത്തിലെ നാഡീ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുമ്പോ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് അവരിൽ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് ഈ നാഡീ വ്യവസ്ഥ ഉള്ളത്, നെർവസ് സിസ്റ്റം എന്തിനാണ് നമുക്കുള്ളത്, അതേപോലെ അതിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നേ. അപ്പൊ നോക്ക, മനുഷ്യ ശരീരത്തിലെ നാഡീ വ്യവസ്ഥ എന്ന് പറയുമ്പോ അവരുടെ ഫസ്റ്റ് തന്നെ അവരുടെ ഫങ്ഷൻ അല്ലെങ്കിൽ എന്തിനാണ് നാഡീവ്യവസ്ഥ ഉള്ളത് നോക്കുക. ജീവൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യലാണ് നമ്മളുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിന്റെ ജോലി. കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ബോഡി. നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടല്ലേ, അവരൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ നെർവസ് സിസ്റ്റം ആണ്. ഇനി അതിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബ്രെയിൻ ഉണ്ട്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അറിയാല, എല്ലാവർക്കും ഇല്ലേ. നമ്മളത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ബ്രെയിൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കൂടി വേണം. അപ്പൊ മസ്തിഷ്കം ഉണ്ട്, അതേപോലെ സ്പൈനൽ കോഡ്, സുഷുമ്ന ഉണ്ട്, നെർവുകളുണ്ട്, നാഡികളുണ്ട്, അതേപോലെ റിസപ്റ്റേഴ്സ്, ഗ്രാഹികളുണ്ട്. അപ്പൊ ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്താണ്? നെർവസ് സിസ്റ്റത്തിന്റെ ജോലി എന്താ? കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ബോഡി. ശരീരത്തിലെ നമ്മളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും നമ്മളുടെ ഈ നാഡീ വ്യവസ്ഥയാണ്. അതിലുള്ള ആൾക്കാരുടെ പേരൊക്കെ പഠിച്ചു. ഇനി നേരെ അടുത്തതിലേക്ക് നോക്കാം. ഇനി നമ്മളിപ്പോ ഒരു ചുമരുണ്ടാക്കുകയാണ്. ചുമരുണ്ടാക്കുമ്പോ അതില് ബേസിക് ആയിട്ട്, അടിസ്ഥാനമായിട്ട് കുറെ കട്ടകൾ വേണ്ടേ? കുറെ കട്ട അടക്കി വെച്ചല്ലേ നമുക്കൊരു ചുമരുണ്ടാക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇത്രയും വലിയ നെർവസ് സിസ്റ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഘടകങ്ങൾ വേണ്ടേ ഉണ്ടാക്കാനായിട്ട്? അപ്പോ അങ്ങനെ നെർവസ് സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നറിയപ്പെടുന്നതാണ് ന്യൂറോൺസ് അഥവാ ന്യൂറോണുകൾ. അപ്പൊ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ന്യൂറോണുകളാണ്, ന്യൂറോൺസ് ആണെന്ന് പറയണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ന്യൂറോണിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ ന്യൂറോണിന്റെ പാർട്സ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ന്യൂറോണിന്റെ ഘടനയെ കുറിച്ചിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ നോക്കുക, ഈ ന്യൂറോണിനെ കണ്ടാ നമുക്കിപ്പോ ഇതിനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നോക്കി, നമ്മളുടെ ഒരു കൈ പോലെ ഈ പാർട്ട് നോക്കുക. കൈയിന്റെ ഈ ഭാഗം കണ്ടാ, കൈന്റെ ഈ ഭാഗം കണ്ടാ, അതേപോലെയല്ലേ ന്യൂറോണിന്റെ ഈ പാർട്ട് കാണാനായിട്ട്? അതിന്റെ നടുക്കായിട്ട് വട്ടത്തിലൊരു സാധനം കാണാം. സെല്ലിന്റെ ഒരു സെല്ല് എടുത്താല് അതിന്റെ നടുവിലായിട്ട് കാണുന്ന ജനറ്റിക് മെറ്റീരിയൽസ് ഉള്ള പാർട്ടിനെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു ന്യൂക്ലിയസ് ആണെന്ന്. അപ്പൊ അതേപോലെ ന്യൂറോൺ ഒരു സെല്ലല്ലേ? ന്യൂറോൺ ഒരു സെല്ലാണ്. അതിന്റെ സെൽ ബോഡിയാണ് ഈ കാണുന്ന പാർട്ട്. അതായത് നമ്മൾ കൈ വെച്ച് പറയാന്ന് വെച്ചാല് കൈയിന്റെ ഈ പാർട്ട്, ന്യൂറോണിന്റെ ഈ പാർട്ടിനെ പറയുന്നതാണ് സെൽ ബോഡി. സെൽ ബോഡിനെ തന്നെ സൈറ്റോണും കൂടി അറിയപ്പെടുന്നുണ്ട്. അവിടെ ന്യൂക്ലിയസ് ഉണ്ടാവും, സൈറ്റോപ്ലാസം ഉണ്ടാവും, സെൽ മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ടീച്ചർ പറയാൻ പോണത് ഈ സെൽ ബോഡീനെ കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ സെൽ ബോഡി നോക്കാം. സെൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോശ ശരീരം. എല്ലാവർക്കും അറിയാം, കോശ ശരീരത്തിന്റെ അകത്തായിരിക്കും ന്യൂക്ലിയസും കോശസ്തരവും ഒക്കെ ഉണ്ടാവാം. അപ്പോ നോക്ക, ഇനി അതിൽ നിന്ന് വരുന്ന
ചെറിയ ചെറിയ നാരുകളെ കണ്ട, കുറെ നാരുകൾ വരുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന ചെറിയ നാരുകളെ ഡെൻഡ്രോൺ എന്ന് വിളിക്കും. കോശ ശരീരത്തിൽ നിന്നും വരുന്ന ചെറിയ നാരുകളെ, സ്മോൾ ഫൈബേഴ്സിനെ ഡെൻഡ്രോൺ എന്നാണ് പറയാം. ഇനി ആ ഡെൻഡ്രോണിനെ നോക്കിയേ, ഡെൻഡ്രോൺസ് കുറെ ശാഖകളായിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വിഭജിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അവരെ നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കും. അപ്പോ കോശ ശരീരത്തിൽ നിന്നും വരുന്ന ചെറിയ ഫൈബേഴ്സിനെ, ചെറിയ നാരുകളെ ഡെൻഡ്രോൺ എന്ന് വിളിക്കും. അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കുറെ ശാഖകളായിട്ട് പോകുന്നുണ്ട്. അതിനെ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കും. ഇനി ഇങ്ങോട്ട് നോക്കിയേ, കോശ ശരീരത്തിൽ നിന്ന് വലിയൊരു നാര് പോണത് കണ്ടാ, വലിയൊരു നാര് പോണത് കണ്ടാ, അതിന് നമ്മൾ ആക്സോൺ എന്നാണ് വിളിക്കാം. ഓക്കെ, വലിയൊരു നാര് പോകുന്നുണ്ട്, അതിനെ ആക്സോൺ എന്ന് വിളിക്കും. ആക്സോൺ ആണ് ലോങ്സ്റ്റ് ഫൈബർ അറൈസിങ് ഫ്രം സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഏറ്റവും നീളം കൂടിയ നാരിനെ ആക്സോൺ എന്ന് വിളിക്കും. ഇനി അടുത്തത് നോക്കാം. ആക്സോൺ വീണ്ടും കുറെ ശാഖകളായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. അതിനെ വിളിക്കുന്നതാണ് ആക്സോണൈറ്റ്. അപ്പൊ ആക്സോണിന്റെ ശാഖകളെ വിളിക്കുന്നത് ആക്സോണൈറ്റ്, ഡെൻഡ്രോണിന്റെ ശാഖകളെ വിളിക്കുന്നത് ഡെൻഡ്രൈറ്റ്. ഓർത്ത് വെക്ക, ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോശ ശരീരത്തിൽ നിന്നും വരുന്ന ചെറിയ ഫൈബേഴ്സിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയാ. അവരുടെ ബ്രാഞ്ചസിനെ ഡെൻഡ്രൈറ്റ് എന്ന് പറയും. കോശ ശരീരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന വലിയ ഫൈബറിനെ ആക്സോൺ എന്ന് വിളിക്കും. അതിന്റെ ബ്രാഞ്ചസിനെ ആക്സോണൈറ്റ് എന്ന് വിളിക്കും. ഇനി ആക്സോണൈറ്റിന്റെ അറ്റത്തായിട്ട് കുഞ്ഞു ഉണ്ട പോലത്തെ സാധനങ്ങൾ കണ്ട, കുഞ്ഞു മുളകൾ കണ്ട, അവരെ സിനാപ്റ്റിക് നോബ് എന്നാണ് വിളിക്കുക. അവരെ സിനാപ്റ്റിക് നോബ് എന്നാണ് വിളിക്കുക. അപ്പോ നമ്മളുടെ ശരീരത്തിൽ ഒരു ആവേഗം ഉണ്ടായി. അപ്പൊ ആ ആവേഗം എവിടെ നിന്ന് എവിടേക്കായിരിക്കും സഞ്ചരിക്കുക? ഇപ്പുറത്ത് വേറെ ന്യൂറോൺ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഇതിന്റെ ആക്സോണൈറ്റുകൾ ഉണ്ട്, ഇവിടെ സിനാപ്റ്റിക് നോബുകൾ ഉണ്ട്. അപ്പോ ഇമ്പൾസ് ദേ ഇവിടെ വന്ന് നിൽക്കാണ്. ഇമ്പൾസ് ഇവിടെ വന്ന് നിന്നു. ഈ ആരോ ഇട്ടേക്കുന്നത് ഇമ്പൾസ് ആണ്. അപ്പൊ ഇമ്പൾസ് ഇവിടെ നിന്ന് ഇനി അടുത്ത ന്യൂറോണിലേക്ക് പോണം. അവിടെ നിന്ന് അപ്പൊ ഇവിടെ നിന്ന് നേരെ ന്യൂറോണിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള, സ്റ്റാർട്ടിംഗ് പാർട്ടായിട്ടുള്ള ഡെൻഡ്രൈറ്റ് ആയിരിക്കും ഇവിടുന്ന് വരുന്ന ഇമ്പൾസിനെ, ആവേഗങ്ങളെ സ്വീകരിക്കുന്നത്. അപ്പൊ അവിടെ ആക്സോണൈറ്റ്, നമുക്ക് ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷനും കൂടി കിട്ടി. റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. അപ്പുറത്തെ ന്യൂറോണിൽ നിന്നും ഇമ്പൾസസിനെ, ആവേഗങ്ങളെ മേടിക്കലാണ് ആരുടെ പണി? ഡെൻഡ്രൈറ്റുകളുടെ പണി. എന്നിട്ട് ഇവിടെ വാങ്ങിയ ഇമ്പൾസിനെ ഡെൻഡ്രോൺ എന്ത് ചെയ്യും? സെൽ ബോഡിയിലേക്ക് എത്തിക്കും. സെൽ ബോഡിയിലെത്തിയേ ബ്ലൂ കളർ കൊണ്ട് വരയ്ക്കാം കേട്ടാ, കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ബ്ലൂ കളർ കൊണ്ട് ഇമ്പൾസിനെ മാർക്ക് ചെയ്യുക. അപ്പൊ സെൽ ബോഡിയിലെത്തി നമ്മളുടെ ഇമ്പൾസ്, ആവേഗം സെൽ ബോഡിയിലെത്തി. ഇനി സെൽ ബോഡിയിൽ നിന്നും ആക്സോൺ ഇവരെ നേരെ കൊണ്ടുപോകും. അപ്പുറത്ത് വേറെ ന്യൂറോണില്ലേ, അതിലേക്ക് കൊടുക്കണ്ടേ? എന്നാലല്ലേ അവർക്ക് ആവശ്യമുള്ള മെസ്സേജസ് നമുക്ക് തരാൻ പറ്റുള്ളൂ. ബ്രെയിനിലേക്ക് മെസ്സേജ് കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ന്യൂറോൺസ് ഉള്ളത്. അപ്പൊ ഈ ഇമ്പൾസ് നേരെ സിനാപ്റ്റിക് നോബിന്റെ അവിടേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്ത ആളാണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് എന്ത് ചെയ്യും? ഇമ്പൾസസിനെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കും. സിനാപ്റ്റിക് നോബ് അപ്പുറത്തെ ന്യൂറോണിലേക്ക് കൊടുക്കും. ഇവിടെ വേറെ ഡെൻഡ്രൈറ്റ് ഉണ്ട്. അപ്പോ ഈ ഡെൻഡ്രൈറ്റിലേക്ക് കൊടുക്കുന്നത് സിനാപ്റ്റിക് നോബ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പുറത്തെ സിനാപ്റ്റിക് നോബിൽ നിന്നാണ് ഇങ്ങോട്ട് ഇമ്പൾസിനെ വാങ്ങിയത്. അതേപോലെ ഇവിടുത്തെ സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യും? അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസസിനെ പാസ് ചെയ്യും. അപ്പോ അങ്ങനെ വെറുതെ കൊടുത്തു വിടാൻ പറ്റുമോ? നമ്മളാണെന്നുണ്ടെങ്കിലും അപ്പുറത്തെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുത്തു വിടുമ്പോ നമ്മൾ അതിനെ പൊതിഞ്ഞൊക്കെ അല്ലേ കൊടുക്കുക. എന്തെങ്കിലും ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിലൊക്കെ കൊണ്ട് കൊടുക്കൂലേ? അതേപോലെ ഇമ്പൾസുകൾ എന്ത് ചെയ്യും? അവിടെ സിനാപ്റ്റിക് നോബില് ഒരു പുതിയൊരാളെ നമ്മൾ പഠിക്കുന്നുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കെമിക്കൽസ് ഉണ്ട്. അവരവിടെ പ്രൊഡ്യൂസ് ആവും. സിനാപ്റ്റിക് നോബില് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അവരുടെ കൂടെ ആയിരിക്കും ഇമ്പൾസുകളെ അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുക. അപ്പൊ ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആലോചിച്ച് വെച്ചോ. സിനാപ്റ്റിക് നോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബിൽ നിന്നും ഉണ്ടാകുന്ന
കെമിക്കൽ സബ്സ്റ്റൻസസിന്റെ കെമിക്കൽ രാസവസ്തുക്കളുടെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതിന് 2 എക്സാമ്പിൾ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തേതാണ് അസറ്റൈൽ കൊളൈൻ. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് അസറ്റൈൽ കൊളൈൻ. രണ്ടാമത്തേതാണ് ഡോപ്പമിൻ. അപ്പൊ നമ്മളിപ്പോ ന്യൂറോണിന്റെ ഘടനയെ കുറിച്ച് പഠിച്ചു. അതിന്റെ ഓരോന്നിന്റെയും ഫങ്ഷൻസിനെ, ആ പാർട്സിന്റെ ഓരോന്നിന്റെയും ഫങ്ഷൻസിനെ കുറിച്ച് പഠിച്ചു. ഒരു ഇമ്പൾസ് എങ്ങനെയാണ് ഒരു ന്യൂറോണിൽ കൂടെ ട്രാവൽ ചെയ്ത് അടുത്ത ന്യൂറോണിലേക്ക് എത്താന്ന് വരെയും പഠിച്ചു. അടുത്തത് നോക്കാം. ജസ്റ്റ് അതിന്റെ ഒക്കെ ഒരു സെന്റൻസ് ആയിട്ട് കൊടുത്തേക്കാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഡെൻഡ്രൈറ്റ്, ഫസ്റ്റ് പാർട്ട് പഠിച്ചത് ഡെൻഡ്രൈറ്റ്. ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ receives impulses from adjacent neuron and transfers it to dendron. എന്താ നോക്കാം. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻഡ്രോണിന്റെ ശാഖകളാണ്. അതേപോലെ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിച്ചിട്ട് ഡെൻഡ്രോണിന് കൊണ്ട് കൊടുക്കും. ഇനി അടുത്തതാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ എന്താ ചെയ്യാ? ഷോർട്ടസ്റ്റ് ഫിലമെന്റ് arising from cell body. സെൽ ബോഡിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചെറിയ ഫിലമെന്റുകളെ, അതായത് ചെറിയ നാരുകളെ എന്തെന്ന് വിളിക്കും? ഡെൻഡ്രോൺ എന്ന് വിളിക്കും. അവര് ഇമ്പൾസിനെ നേരെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. സൈറ്റോൺ അല്ലെങ്കിൽ കോശ ശരീരത്തിലേക്കായിരിക്കും ആരെ എത്തിക്കുക? ഇമ്പൾസുകളെ, ആവേഗങ്ങളെ എത്തിക്കുന്നത്. ഇനി അടുത്തത് നോക്കുക. സെൽ ബോഡി ഓർ സൈറ്റോൺ. സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ എന്നറിയപ്പെടുന്ന നമ്മളുടെ കോശ ശരീരം എന്താ ചെയ്യാൻ നോക്കുക? നാഡീകോശത്തിന്റെ കേന്ദ്രമാണ്. അതായത് നെർവ് സെല്ലിന്റെ അല്ലെങ്കിൽ ന്യൂറോണിന്റെ സെന്റർ ആണ് നമ്മളുടെ കോശ ശരീരം. കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും കോശാംഗങ്ങളും കാണപ്പെടുന്നു. അതിൽ കാണുന്ന ആൾക്കാരുടെ പേര് ടീച്ചർ പറഞ്ഞില്ലേ? സെൽ മെംബ്രെയിൻ ഉണ്ടാവും, സൈറ്റോപ്ലാസം ഉണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ടാവും, സെൽ ഓർഗനൽസ് ഉണ്ടാവും. സെൽ ഓർഗനൽസ് പറഞ്ഞാൽ എന്താ? നമ്മളുടെ സെല്ലിന്റെ അകത്തുള്ള ബാക്കി ആൾക്കാരെല്ലാരും കോമൺ ആയിട്ട് പറയുന്നതാണ്. വാക്യൂൾ, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, അങ്ങനെ കുറെ ആൾക്കാർ അറിയില്ലേ സെല്ലിന്റെ അകത്തുള്ള? അവരൊരുമിച്ച് പറയുന്നതാണ് സെൽ ഓർഗനൽസ്. ഇനി അടുത്ത പാർട്ട് നോക്കുക. ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താ? ലോങ്സ്റ്റ് ഫിലമെന്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് ഫൈബർ അറൈസിംഗ് ഫ്രം സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നും കോശ ശരീരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നീളം കൂടിയ നാരിനെയാണ് എന്തെന്ന് വിളിക്കുക? ആക്സോൺ എന്ന് വിളിക്കുക. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ ആക്സോണൈറ്റിലേക്ക് എത്തിക്കലാണ് ആക്സോണിന്റെ ജോലി. ഇനി അടുത്തത് ആക്സോണൈറ്റിന്റെ ജോലി എന്താ നോക്കുക. ആക്സോണൈറ്റ് എന്താ? ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. അവരെന്ത് ചെയ്യും? ആവേഗങ്ങളെ ആക്സോണിൽ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കും. ഇനി സിനാപ്റ്റിക് നോബ് എന്താ ചെയ്യാ? സിനാപ്റ്റിക് നോബ് ആക്സോണൈറ്റിന്റെ ടിപ്പിലായിട്ട് കാണുന്ന കുഞ്ഞു കുഞ്ഞു മുഴകൾ പോലുള്ള ഒരു സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അവരിൽ ആരുണ്ടാവും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉണ്ടാവും. ഇനി അവരെ പ്രൊഡ്യൂസ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് ടീച്ചർ പറഞ്ഞ അസറ്റൈൽ കൊളൈനും ഡോപ്പമിൻ. അപ്പൊ ഇത് നല്ലോണം നോക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ആക്സോൺ ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് എല്ലാരും പഠിക്കണം. ആക്സോണും ഡെൻഡ്രോണും ഒന്നും മാറിപ്പോവരുത്. അതേപോലെ ന്യൂറോണിനെ വരയ്ക്കാൻ പഠിക്കണം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയായിരിക്കും? റീഡ്രോ ആൻഡ് ലേബൽ എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഹിൻസ് തരും. അതായത് ABCD എന്നും പറഞ്ഞിട്ട് ഈ ഓരോ പാർട്സിന്റെയും ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ തരും. അപ്പൊ നമ്മൾ ആ പാർട്ട് ഏതാന്ന് തിരിച്ചറിയണം. എന്നിട്ട് ആ ചിത്രം നമ്മുടെ പേപ്പറിൽ എടുത്ത് വരയ്ക്കുക. എന്നിട്ട് ആ പാർട്ട് ABC ഇട്ട് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ആ പറഞ്ഞ വഴി ഇവിടെ കൊടുത്തേക്കാണ്. ഒരു ഇമ്പൾസ് എങ്ങനെയായിരിക്കും ആക്സോണിലൂടെ ന്യൂറോണിലൂടെ പോവാന്നുള്ള പാത്ത് വേ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തേക്കാണ്. ഇമ്പൾസ് ഡ്യൂ ടു സ്റ്റിമുലസ്, ഒരു ഉദ്ദീപനം മൂലമുണ്ടാകുന്ന ആവേഗത്തിൽ നിന്നും ഡെൻഡ്രൈറ്റുകൾ അവരെ സ്വീകരിക്കും, ഡെൻഡ്രോണിന് കൊടുക്കും, സൈറ്റോൺ അല്ലെങ്കിൽ സെൽ ബോഡിക്ക് കൊടുക്കും, കോശ ശരീരത്തിന് കൊടുക്കും. അത് കഴിഞ്ഞ് നേരെ ആക്സോണിലേക്ക് പോകും. ആക്സോണിൽ നിന്ന് നേരെ ആക്സോണൈറ്റ്, അവിടെ നിന്ന് നേരെ സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് നോബിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ കൂടെ അപ്പുറത്തെ ഡെൻഡ്രൈറ്റിലേക്ക് പോകും. എങ്ങനെയാണ് ഇമ്പൾസ് പോവാന്ന് ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തേക്കാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ വേണ്ടി കീ പോയിന്റ് ആയിട്ടൊക്കെ നമ്മൾ ഓരോ ടോപ്പിക് പഠിച്ചു കഴിയുമ്പോൾ ഇതേപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ബയോളജി പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് നോക്കാം,
ഇതല്ലാതെ കുറെ സെൽസും കൂടി നമ്മളുടെ നെർവസ് സിസ്റ്റത്തിലുണ്ട്. അവരുടെ പേരൊക്കെ ജസ്റ്റ് പഠിച്ചു വെക്കുക. എപ്പെൻഡിമൽ സെൽസ്, ഇവരുടെ പേര് ഓർത്ത് വെച്ചോ, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി പറയും. ഇവര് ഇമ്പോർട്ടന്റ് ആണ്. എപ്പെൻഡിമൽ സെൽസ്. അടുത്തതാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്. സെക്കൻഡ് വൺ എന്താ? ഒലിഗോഡെൻഡ്രോസൈറ്റ്. അടുത്തതാണ് മൈക്രോഗ്ലിയൽ സെൽസ്. മൂന്നാമത്തത് മൈക്രോഗ്ലിയൽ സെൽസ്. നാലാമത്തത് ഷ്വാൻ സെൽസ്. ഇവരും ഇമ്പോർട്ടന്റ് ആണ്. ഇവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും. ലാസ്റ്റ് വൺ ആസ്ട്രോസൈറ്റ്സ്. ഇനി ഇത്രയും സെല്ലുകൾ ഉണ്ടായാൽ പോരല്ല, നമുക്ക് ഇവരുടെ ആവശ്യങ്ങളും കൂടി അല്ലെങ്കിൽ ഇവരുടെ ഫങ്ഷൻസും കൂടി അറിയണ്ടേ. അപ്പൊ അതും കൂടി ജസ്റ്റ് നോക്കി വെക്കുക. ഇവരുടെ പടമൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ് ഓരോ സെൽസ് എന്നുള്ള പിക്ചർ ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. ഇനി അടുത്തത് നോക്കുക, അവരുടെ ഫങ്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഈ നമ്മളിപ്പോ പറഞ്ഞ 5 ന്യൂറോഗ്ലിയൽ സെൽസും എന്താണ് ചെയ്യുക, അവരുടെ ധർമ്മങ്ങൾ എന്താണെന്നാണ് അടുത്തത് പറയാൻ പോണേ. നോക്കുക, ബ്രിങ് ന്യൂട്രീഷൻ ഓഫ് ന്യൂറോൺസ്, അല്ലെങ്കിൽ നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണങ്ങൾ എത്തിക്കുന്നത് ഈ ന്യൂറോഗ്ലിയൽ സെൽസ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ്, മാലിന്യം നീക്കം ചെയ്യുന്നു. എലിമിനേറ്റ് വേസ്റ്റ്. വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നത് ന്യൂറോഗ്ലിയൽ സെൽസ് ആയിരിക്കും. തേർഡ് പോയിന്റ്, ആക്ട് ആസ് ഡിഫൻസ് സെൽസ്. നമുക്ക് പ്രതിരോധ കോശങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ന്യൂറോഗ്ലിയൽ സെൽസ് ആയിരിക്കും. ഇനി ലാസ്റ്റ് വണ്ണാണ്, ന്യൂറോണുകളെ സംരക്ഷിക്കും. സപ്പോർട്ട്സ് ന്യൂറൽ ഫങ്ഷൻ. നെക്സ്റ്റ് നോക്ക, നമ്മളുടെ ആക്സോൺ ഇങ്ങനെ കിടക്കണില്ലേ, അവരൊക്കെ കവർ ചെയ്തിട്ട് ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അവരെ പറയുന്നതാണ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതണോട്ടാ. മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് എന്താന്ന് നോക്ക, മെയ്ഡ് അപ്പ് ഓഫ് ഷൈനി വൈറ്റ് ഫാറ്റ് കോൾഡ് മൈലിൻ. മൈലിൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് വെള്ള കളറിലുള്ള തിളക്കമുള്ള ഒരു കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിക്കുന്ന ഒരു ഷീറ്റിന്റെ പേരാണ് മൈലിൻ ഷീത്ത്. തിളക്കമുള്ള വെളുപ്പ് നിറമുള്ള മൈലിൻ എന്ന കൊഴുപ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ ഇനി അതിനെ കുറിച്ച് കൂടുതൽ നോക്കാം. മൈലിൻ ഷീത്തിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഈ ബ്ലൂ കളറിൽ വയലറ്റ് കളറിൽ കാണിച്ചേക്കുന്നത് ആക്സോണിന്റെ ഭാഗമാണ്. അതിനെ ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചേക്കാണ്. മൈലിൻ ഷീറ്റ് വെച്ചിട്ട് ചുറ്റി ചുറ്റി വെച്ചേക്കാണ്. നോക്കാം നമുക്ക്. ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ. എന്താ ചെയ്യാ? ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു. സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാല് എന്താ ഗുണം? നമുക്ക് ഇൻക്രീസ് സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ആവേഗങ്ങളെ വേഗത്തിൽ എത്തിക്കാനായിട്ട് ഈ മൈലിൻ ഷീത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റും. പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ന്യൂറോൺ. നാഡീകോശത്തിന് പോഷണങ്ങളെ ലഭ്യമാക്കുന്നു. ലാസ്റ്റ് പോയിന്റ് നോക്കിയാ, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നു. പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. സ്റ്റാർ ഇട്ട് വെച്ചോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത് അല്ലെങ്കിൽ മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ എക്സാമിന് എന്തായാലും ചോദിക്കുന്നതാണ്. മൈലിൻ ഷീത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേന്ന് ഓർത്ത് വെക്കുക. വൈറ്റ് ഷൈനി ഫാറ്റ് ആയിട്ടുള്ള മൈലിൻ വെച്ചിട്ടാണ് മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയേക്കുന്നത്. അടുത്തത് നോക്കുക. ഇനി ആ മൈലിൻ ഷീത്തുകളെ കൂടുതലായിട്ട് കാണുന്ന ഭാഗത്തിനെ വൈറ്റ് മാറ്റർ എന്ന് പറയും. വൈറ്റ് കളറിലുള്ള ഫാറ്റ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോ മൈലിൻ ഷീത്തുകളെ കൂടുതൽ കണ്ടാൽ ആ ഭാഗത്തിനെ വൈറ്റ് മാറ്റർ എന്ന് പറയും. കുറവായിട്ടാണ് കാണുന്നേ, അല്ലെങ്കിൽ അവിടെ അധികം കാണുന്നില്ല, മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗം എന്ന് വെക്കുക, അതിനെ പറയും ഗ്രേ മാറ്റർ. അവിടെ വൈറ്റ് ഇല്ല, പകരം ഗ്രേ മാറ്റർ എന്നാണ് അവരറിയപ്പെടാം. മസ്തിഷ്കത്തിലും സുഷുമ്നയിലായിരിക്കും മെയിൻ ആയിട്ട് ഈ മൈലിനുകളെ കാണാം, അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് കാണുന്നത് മെയിൻ ആയിട്ട് നമ്മളുടെ മസ്തിഷ്കത്തിലും ബ്രെയിനിലും സ്പൈനൽ കോഡിലും ആയിരിക്കും കാണാം. മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തിനെ വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നു. മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങളെ, മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തിനെ ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്നു. ഇനി അടുത്തത് നോക്കാം. നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തേതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, രണ്ടാമത്തത് പെരിഫറൽ നെർവസ് സിസ്റ്റം. മലയാളത്തിലും ഇതിന്റെ പേര് ഇങ്ങനെ തന്നെയാണ്, കേന്ദ്ര നാഡീ വ്യവസ്ഥ,
പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിൽ മസ്തിഷ്കം ഉണ്ടാവും, ബ്രെയിൻ ഉണ്ടാവും, അതേപോലെ സുഷുമ്ന സ്പൈനൽ കോഡും ഉണ്ടാവും. ഇനി പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ എന്താണുള്ളത് നോക്കാം. 12 ജോഡി ശിരോനാഡികൾ ഉണ്ടാവും. ക്രേനിയൽ നെർവ്സ് 12 പെയേഴ്സ് ആയിട്ടായിരിക്കും കാണുക. ഇനി അടുത്തത് നോക്കുക, സ്പൈനൽ നെർവുകളെ 31 പെയറായിട്ട് കാണാം. സുഷുമ്ന നാഡികളെ 31 ജോഡിയായിട്ടും കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത് നോക്കി വെക്ക. നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോ ഇവിടെ ബ്ലാങ്ക് ഒക്കെ ഇട്ടിട്ട് തരും, എന്നിട്ട് ABC ഒക്കെ കൊടുക്കും. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫിഗർ നല്ലോണം നോക്കി വെക്കാം. നെക്സ്റ്റ് ഡേ അതിന്റെ പടമാണ് വന്നേക്കുന്നത്. നമ്മളുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെയും പിക്ചർ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ അതും കൂടി ജസ്റ്റ് നോക്കി വെക്കാം കേട്ടോ. ഇനി അടുത്തതാണ് പറയണേ, നെർവസ് സിസ്റ്റത്തിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്. നമ്മളുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരൊക്കെയാണുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് കവേർഡ് ബൈ 3-layered membrane called meninges. മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ലെയർ ഉള്ള മെംബ്രെയിൻ വെച്ചിട്ട് 3 പാളികളുള്ള ഒരു മെംബ്രെയിൻ വെച്ചിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. അവരെ മെനിഞ്ചസ് എന്നാണ് വിളിക്കുക. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിന്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ഒരു ദ്രവമുണ്ട്. അവരെയാണ് സെറിബ്രോസ്പൈനൽ ദ്രവം എന്ന് വിളിക്കുക. നോക്കുക, fluid filled between membranes of meninges, cavities of brain and in central canal of spinal cord is known as cerebrospinal fluid. അതിനെ നമ്മൾ CSF എന്നൊക്കെ അറിയപ്പെടും. ഈ CSF ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എപ്പെൻഡിമൽ കോശങ്ങളാണ്, അല്ലെങ്കിൽ എപ്പെൻഡിമൽ സെൽസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ന്യൂറോഗ്ലിയൽ സെൽസില് ഒരാളായിട്ടുള്ള എപ്പെൻഡിമൽ സെൽസ് ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഇനി അവരുടെ ഫങ്ഷൻസും കൂടി പഠിക്കാനുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. CSF അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കി വെക്ക. പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ടിഷ്യൂസ്. കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് നമ്മളുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കുക, എലിമിനേറ്റ് വേസ്റ്റ്. മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. അതേപോലെ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യും, മർദ്ദത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നു. പ്രൊട്ടക്ട്സ് ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ സംരക്ഷിക്കുന്നത് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആയിരിക്കും. അടുത്തത് നോക്കുക, നമ്മളുടെ ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ മസ്തിഷ്കത്തിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി പഠിക്കാൻ പോവാണ്. പടം കണ്ടില്ലേ, കുറെ മടക്കുകളായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇനി അതിനെ കുറിച്ചിട്ട് പഠിക്കാം. നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് പാർട്സിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അത് വേഗം നോക്കി പോവാ, പോയിന്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും. ഫസ്റ്റ് പാർട്ടാണ് സെറിബ്രം. അപ്പോ നമ്മളുടെ ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുമ്പോ ആദ്യത്തെ പാർട്ടാണ് ടീച്ചർ പറയാൻ പോകുന്നത്. സെറിബ്രം എന്നാണ് ആ പാർട്ടിന്റെ പേര്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അപ്പൊ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് നമ്മളുടെ സെറിബ്രം. ഔട്ടർ ഗ്രേ മാറ്റർ കോൾഡ് കോർട്ടെക്സ്. പുറത്തുള്ള ഗ്രേ മാറ്ററിനെ കോർട്ടെക്സ് എന്ന് വിളിക്കും. അകത്തുള്ള വൈറ്റ് മാറ്ററിനെ മെഡുല്ല എന്ന് വിളിക്കും. ഇനി എന്തിനൊക്കെയാണ് നമ്മളെ സെറിബ്രം ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കുക. പ്രശ്ന പരിഹാരം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്, അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ സെറിബ്രം ആണ്. ആസൂത്രണം, പ്ലാൻ ചെയ്യാൻ, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സെറിബ്രമാണ്. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രമായി അറിയപ്പെടുന്നത് സെറിബ്രത്തെയാണ്. സെന്റർ ഓഫ് മെമ്മറി, ഇന്റലിജൻസ് ആൻഡ് ഇമാജിനേഷൻ എന്നറിയപ്പെടുന്നത് സെറിബ്രത്തിനെയാണ്. വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാക്കുന്നു. നമ്മുടെ സെൻസറി ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റൂലേ, ഇപ്പൊ ചൂട്, തണവ് അല്ലെങ്കിൽ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ അറിയാൻ പറ്റുന്നത് സെറിബ്രമാണ് തിരിച്ചറിയുന്നത്. ഇനി അടുത്തത് നോക്കാം, സെറിബെല്ലം.
സെറിബെല്ലം ആണ് രണ്ടാമത്തെ വലിയ പാർട്ട്. നമ്മുടെ ബ്രെയിനിന്റെ രണ്ടാമത്തെ വലിയ പാർട്ട് എന്നറിയപ്പെടുന്നത് സെറിബെല്ലം ആണ്. അവരെ കാണുന്നത് സെറിബ്രത്തിന്റെ തൊട്ടുപുറകിലായിട്ടായിരിക്കും. സെറിബ്രത്തിന്റെ തൊട്ടുപുറകിലായിട്ടായിരിക്കും സെറിബെല്ലത്തിനെ കാണാം. മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ബോഡി. തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നത് നമ്മളുടെ സെറിബെല്ലം ആയിരിക്കും. അപ്പൊ അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? രണ്ടാമത്തെ വലിയ ഭാഗമാണ്. അതേപോലെ സെറിബ്രത്തിന്റെ പിന്നിൽ താഴെയായിട്ട് കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില അല്ലെങ്കിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് നോക്കാം, മൂന്നാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോണേ, തലാമസ്. തലാമസിനെ കാണുന്നത് ബ്രെയിനിന്റെ ഏറ്റവും ഉള്ളിലായിട്ടായിരിക്കും. അവര് ഒരു റിലേ സ്റ്റേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അവരെന്തൊക്കെയാണ് ചെയ്യാൻ നോക്കുക? പുറത്തേക്ക്, സെറിബ്രത്തിന്റെ പുറത്തേക്കും അതേപോലെ അകത്തേക്കുള്ള റിലേ സ്റ്റേഷൻ ആയിട്ട്, പുനഃപ്രസരണ കേന്ദ്രമായിട്ടാണ് തലാമസ് പ്രവർത്തിക്കുന്നത്. അതേപോലെ നമ്മളിപ്പോ വേദനയുടെ മരുന്നൊക്കെ കഴിക്കില്ലേ? എന്തെങ്കിലും ചെറിയ വേദന വന്നാൽ എന്ത് ചെയ്യും? തലവേദന, മരുന്ന് പോരട്ടെ, അങ്ങനെ നമ്മൾ മരുന്ന് കഴിക്കില്ലേ? അതൊക്കെ ബാധിക്കുന്നത് നമ്മളുടെ ബ്രെയിനിന്റെ തലാമസിനെ ആയിരിക്കും. അപ്പൊ അധികം പെയിൻ കില്ലേഴ്സ് ഒന്നും ആരും കഴിക്കരുത്. ഇനി അടുത്തത് നോക്ക, ഹൈപ്പോ തലാമസ്. തലാമസ് പഠിച്ചു. ഇനി അടുത്തതാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് എന്താ ചെയ്യാ? മെയിൻറ്റെയിൻസ് ഹോമിയോസ്റ്റാസിസ് ബൈ റെഗുലേറ്റിംഗ് ടെമ്പറേച്ചർ, ഹങ്കർ, തേഴ്സ്റ്റ് ആൻഡ് ഇമോഷൻസ്. അപ്പോ ശരീരത്തില് നമ്മളുടെ കുറെ കാര്യങ്ങളെ, ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരം, കുറെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ഹൈപ്പോ തലാമസ് ആണ്. ഇനി പറയാൻ പോകുന്നത് ബ്രെയിൻ സ്റ്റെം അഥവാ നമ്മളുടെ ബ്രെയിനിൽ നിന്നും താഴേക്ക് വരുന്ന ആ പോർഷൻ ഇല്ലേ, അതിനെ കുറിച്ചിട്ടാണ്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളെ പ്രാഥമികമായിട്ട് വിലയിരുത്തുകയാണ് ചെയ്യുക. അതേപോലെ നമ്മളുടെ കണ്ണ്, പുരികം പോലുള്ള ഭാഗങ്ങളുടെ ചലനത്തിന്, ഇപ്പൊ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ പുരികം ഇങ്ങനെ റേസ് ചെയ്യാൻ പറ്റില്ലേ, പൊക്കാൻ പറ്റൂലേ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് മിഡ് ബ്രെയിൻ ആണ്. അടുത്ത പാർട്ട് നോക്കാം, പോൺസ്. നെക്സ്റ്റ് പാർട്ടാണ് പോൺസ്. കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്, ഒരുമിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരേപോലെ നടത്തുന്നത് പോൺസ് ആണ്. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. റെഗുലേറ്റ്സ് ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ. നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, വിടുന്നുണ്ട്, അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് പോൺസ് ആണ്. നെക്സ്റ്റ് വൺ ആണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കട്ട എന്ന് നിങ്ങൾ പറയാറില്ലേ? നമ്മ കോമൺലി എന്താ പറയാ? മെഡുല്ല ഒബ്ലാങ്കട്ട അല്ലെങ്കിൽ ഒബ്ലാങ്കട്ട. അടി കിട്ടി കഴിഞ്ഞാല് പറയുമല്ലേ, ഒബ്ലാങ്കട്ടയ്ക്ക് അടി കിട്ടിയാല് പണി കഴിയും എന്നൊക്കെ പറയും. അതേ ആ സാധനത്തിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മെഡുല്ല ഒബ്ലാങ്കേറ്റ. അവരെന്തൊക്കെയാ കൺട്രോൾ ചെയ്യുക? ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, ഛർദി, ചുമ, അങ്ങനെ തുമ്മല്. നമുക്ക് നമ്മൾ അറിയാതെ നടക്കുന്ന, നമ്മളുടെ ശരീരത്തില് നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യങ്ങളെ ഏകോപിപ്പിക്കലാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ പണി. അത് തന്നെ ഒരു പിക്ചർ ആയിട്ട് കൊടുത്തേക്കാണ്. നമ്മുടെ ടെക്സ്റ്റിലുള്ളത് ഇങ്ങനെയാണ്. നമ്മളിപ്പോ പോയിന്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാല് ഓർത്തെഴുതാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോ ഈ ഫിഗർ നല്ലോണം നോക്കി വെക്കുക. ഇതാണ് ടീച്ചർ പറഞ്ഞ ബ്രെയിൻ സ്റ്റെം. അപ്പോ ബ്രെയിൻ സ്റ്റെമ്മിൽ ആരൊക്കെ ഉണ്ട്? ബ്രെയിൻ സ്റ്റെമ്മിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മെഡുല്ല ഒബ്ലാങ്കേറ്റ ഉണ്ട്. ഇത് ഓർത്ത് വെക്കണം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ദി ഫോളോയിങ് ഒക്കെ വരാം, അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ വരാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അടുത്തതാണ് സ്പൈനൽ കോഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ ബ്രെയിനിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്പൈനൽ കോഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്പൈനൽ കോഡ് നോക്കിയേ, ഈ ഒബ്ലാങ്കേറ്റ കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിയിലേക്ക് പോകുന്ന ഈ പോർഷനെയാണ് സ്പൈനൽ കോഡ് എന്ന് പറയാ. അപ്പോ കണ്ടിന്യൂവേഷൻ ഓഫ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് സുഷുമ്ന. ഇനി അതിന്റെ പിക്ചർ നോക്കാം നമുക്ക്. സുഷുമ്നേനെ നേരെ ഛേദിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിന്റെ സെന്ററിലായിട്ടൊരു റൗണ്ട് ഫിഗർ ഉണ്ടാ, അതിനെയാണ് സെൻട്രൽ കനാൽ എന്ന് വിളിക്കുക. അപ്പോ സെൻട്രൽ കനാൽ എന്താ ചെയ്യാൻ നോക്കുക? സെൻട്രൽ കനാലിന്റെ അകത്തായിരിക്കും നേരത്തെ ടീച്ചർ പറഞ്ഞ
CSF അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ടാവുന്നത്. ഇനി അതിന്റെ അപ്പുറത്തായിട്ട് കണ്ട ഡോർസൽ റൂട്ട് കണ്ട, ഡോർസൽ റൂട്ട് രണ്ട് റൂട്ട്സ് ഉണ്ട്, ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും. ഡോർസൽ റൂട്ട് എന്താ ചെയ്യാൻ നോക്ക, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശം എടുക്കുന്നു, സുഷുമ്നയിലേക്ക് കടത്തിവിടും. എന്താ ചെയ്യാ, ട്രാൻസ്മിറ്റ്സ് മെസ്സേജസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡി ടു സ്പൈനൽ കോഡ്. വിവിധ ഭാഗങ്ങളിൽ നിന്നും മെസ്സേജസിനെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കലാണ് ഡോർസൽ റൂട്ടിന്റെ പണി. ഇനി സ്പൈനൽ കോഡിലേക്ക് മെസ്സേജസ് എത്തിച്ചു, അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് തിരിച്ച് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് വിടണ്ടേ? അങ്ങനെ വിടുന്ന ആളാണ് വെൻട്രൽ റൂട്ട്. അപ്പൊ വെൻട്രൽ റൂട്ടിന്റെ ജോലി എന്താ, സുഷുമ്നയിൽ നിന്നും നിർദ്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറലാണ് വെൻട്രൽ റൂട്ടിന്റെ ജോലി. നെക്സ്റ്റ് നോക്ക, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് വെച്ചിട്ട് പഠിക്കാം. നമ്മളുടെ ആക്സോണിന്റെ മെംബ്രെയിൻ ആണ്, സെൽ മെംബ്രെയിൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പുറത്ത് കണ്ട ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ പുറത്തൊക്കെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, പോസിറ്റീവ് ചാർജുകളായിരിക്കും ആക്സോണിന്റെ പുറത്ത് ഉണ്ടാവുക. അതിന്റെ ഉള്ളിലായിട്ട് കുറെ നെഗറ്റീവ് ചാർജസും ഉണ്ടാവും. അപ്പോ ഇതിനെ കോമൺലി അറിയപ്പെടുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നാണ്. സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നാണ് ഇവരെ കോമൺലി അറിയപ്പെടാം. ഇമ്പൾസ് പോകുന്ന ആ പ്രവൃത്തിനെ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നോക്ക, ഈ പോസിറ്റീവ് ചാർജുള്ള പുറത്തുള്ള ആൾക്കാരില്ലേ, അവരായിരിക്കും സോഡിയം അയൺസ്. പുറത്തുള്ളത് സോഡിയം അയൺസ്, അകത്തുള്ള നെഗറ്റീവ് ചാർജ് ആയിട്ട് കാണുന്ന ആൾക്കാരെ നമുക്ക് പൊട്ടാസ്യം അയൺസ് ആയിട്ട് എടുക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെ നിൽക്കട്ടെ. ഈ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് എനർജി വേണം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി എങ്ങനെയാണ് ഇമ്പൾസസ് പോവാന്നാണ് നോക്കുക. ഇപ്പോ ദേ ഇങ്ങോട്ട് ഇമ്പൾസ് വന്നു, ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്നത് ഇമ്പൾസ് ആണ്. അപ്പോ ഇമ്പൾസ് അകത്തേക്ക് കയറി കഴിഞ്ഞാല് അവിടുത്തെ ചാർജ് റിവേഴ്സ്ഡ് ആവും. ഉള്ളില് ഓൾറെഡി നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടായേ. പക്ഷെ ഇമ്പൾസ് വരുമ്പോ ഇമ്പൾസ് ഉള്ള സ്ഥലത്ത് മാത്രം ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഇവിടെ പോസിറ്റീവ് ആവും, അതേപോലെ പുറത്ത് നെഗറ്റീവും ആവും. അപ്പോ സെൽ മെംബ്രെയിന്റെ അകത്ത് എന്താവും, അകത്ത് പോസിറ്റീവ് ചാർജ് ആവും, പുറത്ത് നെഗറ്റീവ് ചാർജ് ആവും. അപ്പൊ എന്താ ചെയ്യുന്നേ, ഇവിടെ പുറത്തുണ്ടായിരുന്ന സോഡിയം അങ്ങോട്ട് കയറും, അകത്തുണ്ടായിരുന്ന പൊട്ടാസ്യം ഇങ്ങോട്ട് ഇറങ്ങും. കിട്ടിയാ? സോഡിയം പൊട്ടാസ്യം പമ്പില് എന്താ നടക്കാന്നാണ് പറഞ്ഞേ. അപ്പോ അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ആ ഇമ്പൾസ് എവിടെയാണോ നിൽക്കുന്നേ അവിടുത്തെ ചാർജ് മാത്രമേ മാറുന്നുള്ളൂ. ഇമ്പൾസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയതേ, ആദ്യം എവിടെയാണ് ഉണ്ടായേ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നീങ്ങി. അപ്പൊ എന്തായി, റിവേഴ്സ്ഡ് ആയി. അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ചാർജ് അകത്തേക്ക് തന്നെ വന്ന്, പുറത്തുണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് തന്നെ പോയി. അപ്പോ അത് നോക്കി വെക്കാം. ഇനി നമുക്ക് അതെന്താ സംഭവം നോക്കാം. ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങളുടെ പ്രേഷണത്തെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ നോക്ക, ദ ഔട്ടർ സർഫസ് ഓഫ് സെൽ മെംബ്രെയിൻ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. പുറത്തുള്ളത് പോസിറ്റീവ് ചാർജ് ആണ്, അകത്തുള്ളത് നെഗറ്റീവ് ചാർജ് ആണ്. സ്റ്റിമുലികൾ പോവാത്തപ്പോ, അതായത് ഇമ്പൾസുകൾ പോവാത്തപ്പോ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ എന്നാണ് പറയുന്നത്. ഓൺ റിസീവിംഗ് എ സ്റ്റിമുലസ് the outer surface become negatively charged and inner surface become positively charged. അപ്പോ സ്റ്റിമുലി ഇങ്ങനെ വരികയാണ്. സ്റ്റിമുലി വരുമ്പോ എന്ത് പറ്റും, ഔട്ടർ സർഫസ് നെഗറ്റീവ് ചാർജ് ആവും, ഇന്നർ സർഫസ് പോസിറ്റീവ് ചാർജ് ആവും. ആസ് എ റിസൾട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ജനറേറ്റഡ് allowing the impulse to propagate along the cell membrane. അപ്പൊ എന്തുണ്ടാവും അവിടെ, സെൽ മെംബ്രെയിന്റെ ഒപ്പം ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ പുതിയതായിട്ട് ഉണ്ടാവുക. നോക്ക, ഉദ്ദീപിക്കപ്പെടാത്ത അവസ്ഥയിൽ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജും നിലനിൽക്കും. ഉദ്ദീപിക്കപ്പെടുമ്പോൾ പുറം ഭാഗത്ത് നെഗറ്റീവ് ചാർജും അകം ഭാഗത്ത് അല്ലെങ്കിൽ അകത്ത് പോസിറ്റീവ് ചാർജുമായി മാറും.
നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യത്യാസം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു. അപ്പോ ഈ പറഞ്ഞ ഫിഗർ ഓർത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. അതിന് സിമ്പിൾ ആയിട്ട് ഒരു കോഡ്, സോഡിയം പൊട്ടാസ്യം പമ്പിനെ കുറിച്ച് പഠിക്കുമ്പോ സിമ്പിൾ ആയിട്ടുള്ള കോഡ് ഓർത്ത് വെക്കാം. നോക്കിയ നമുക്കറിയാം അല്ലെ. അപ്പൊ N ഫോർ സോഡിയം, സോഡിയത്തിന് Na എന്നല്ലേ പറയാ. അപ്പോ N ഫോർ സോഡിയം, സോഡിയം പുറത്തായിരിക്കും, ഔട്ട്സൈഡ്. അതേപോലെ പൊട്ടാസ്യം K എവിടെയായിരിക്കും, അകത്തായിരിക്കും, ഇൻസൈഡ്. പിന്നെ അവിടെ എനർജി യൂസ് ചെയ്യും, ATPയുടെ എനർജിയും കൂടി യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം കേട്ടോ. ഇനി അടുത്തത് പറയാൻ പോകുന്നതാണ് സിനാപ്സ്. ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ സെക്കൻഡ് പോർഷനും ഫസ്റ്റ് പോർഷനും ഒന്നും വിട്ട് കളയാനില്ല. ഈ ചാപ്റ്ററിൽ വിട്ട് കളയാനേ ഇല്ല, കാരണം തുടർന്നുള്ള ക്ലാസ്സുകളിലായാലും ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഈ ചാപ്റ്റർ ഇപ്പൊ തന്നെ നല്ലോണം പഠിച്ചോട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സിനാപ്സ് എന്താണ് ആദ്യം നോക്കുക. The part where an impulse from one neuron to another is called synapse. ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് ആവേഗത്തെ കൈമാറുന്ന ഭാഗത്തിനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുക. പിക്ചർ നോക്കുക, ദേ ഇവിടെ കണ്ട, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ട, ഈ ഗ്യാപ്പിനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുക. ഇനി സിനാപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസിനെ കുറിച്ച് പറയാം. സിനാപ്റ്റിക് നോബ് ആണ് ആദ്യത്തെ ആള്. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അത് ആക്സോണിന്റെ ഒക്കെ ടിപ്പായിരിക്കും, അറ്റത്തായിട്ട് കാണും. അതിനെ എന്തുണ്ടാവും, അവിടെ കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവൂലേ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ എടുത്തു വെക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട്, അതിനെയാണ് സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കുക, സിനാപ്റ്റിക് ക്ലഫ്റ്റ്, എ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ന്യൂറോൺസ്. ന്യൂറോണുകൾ തമ്മിലുള്ള ചെറിയ ഗ്യാപ്പിനെ, ചെറിയ അകലത്തെയാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയാ. നെക്സ്റ്റ് ആണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, ടിപ്പ് ഓഫ് ഡെൻഡ്രൈറ്റ് which contains receptors for receiving neurotransmitters. ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ടുള്ള ഡെൻഡ്രൈറ്റിന്റെ അഗ്രഭാഗത്തെ, അറ്റത്തുള്ള ഭാഗത്തെയാണ് പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലം എന്ന് പറയാം. സിനാപ്സുകൾ ആവേഗങ്ങളെ ഒരു ദിശയിൽ മാത്രം കടത്തി വിടുള്ളൂ. അപ്പോ അവിടെ എന്തായിരിക്കും അവസ്ഥ, ഒരു ദിശയെ മാത്രം കടത്തി വിട്ട് കഴിഞ്ഞാല് വേഗത കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇമ്പൾസ് വൺ ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുക. അങ്ങനെ വൺ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇമ്പൾസ് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടേയിരിക്കും. പിക്ചർ നോട്ട് ചെയ്ത് വെക്കുക, പിക്ചറിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആ ഗ്യാപ്പിനെ പറയുന്നതാണ്. ഇനി പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പുറത്തെ ഡെൻഡ്രൈറ്റിന്റെ ഭാഗം, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള സിനാപ്റ്റിക് നോബിന്റെ പാർട്ടാണ്. അടുത്തത് നോക്കുക, ടീച്ചർ ഇതിന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു സാധനം കൊടുത്തേക്കുന്നതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുകയല്ലേ ചെയ്യുക, സിനാപ്റ്റിക് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ നിന്ന് ഇമ്പൾസുകളെ അങ്ങോട്ട് കൊടുക്കും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒപ്പം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ കുറെ റിസെപ്റ്റേഴ്സ് ഉണ്ട്, ഡെൻഡ്രൈറ്റില് കുറെ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഇവരെന്ത് ചെയ്യും, ഇവരിതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിയെടുക്കും. അപ്പോ ഈ പിക്ചർ ഓർത്ത് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് ആലോചിക്കുക, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിന് അങ്ങോട്ട് കൊടുക്കും. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ സിനാപ്റ്റിക് നോബ്, അവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒപ്പം ഇങ്ങനെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആര് വാങ്ങും, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ അവിടെ നിന്നിട്ട് ഈ വരുന്ന ഇമ്പൾസിനെയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയും ഒക്കെ വാങ്ങി വെക്കും. ഇനി നെക്സ്റ്റ് നോക്കുക, നിയോകോർട്ടെക്സ്. നിയോകോർട്ടെക്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. The neocortex is a 6-layered structure in the cerebral cortex of mammals. സസ്തനികളെ മസ്തിഷ്കത്തിൽ സെറിബ്രൽ കോർട്ടെക്സ് 6 അടക്കുകളുള്ള നവീന മസ്തിഷ്കം എന്ന സങ്കീർണ ഘടനയായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. അപ്പോ നമ്മളുടെ മസ്തിഷ്കത്തില് മാമൽസ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ സസ്തനികൾ എന്ന് പറഞ്ഞാൽ എന്താ, പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് സസ്തനികൾ അഥവാ മാമൽസ് എന്ന് പറഞ്ഞാൽ. അവരുടെ ബ്രെയിനിന്റെ കോർട്ടെക്സിനെ, സെറിബ്രൽ കോർട്ടെക്സിനെ 6 അടക്കുകളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് നിയോകോർട്ടെക്സ് എന്ന് പറയാ. ഇറ്റ് ഈസ് മോർ ഡെവലപ്ഡ് ഇൻ ഹ്യൂമൻസ്. അത് മനുഷ്യന്മാരിലായിരിക്കും കൂടുതലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം. The human neocortex contains approximately 16 billion neurons. നമ്മളുടെ മനുഷ്യന്മാരുടെ
നിയോകോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 16 ബില്യൺ ന്യൂറോൺസ് ഉള്ളതാണ്. അതില് ഏവറേജ് പറയുമ്പോ അല്ലെങ്കിൽ ശരാശരി പറയുമ്പോ 7000 സിനാപ്സുകളെങ്കിലും ഉണ്ടാകാം. The neocortex enables advanced mental processes such as thinking, decision making, learning and recalling. അപ്പോ അവരെന്തിനു ഹെൽപ്പ് ചെയ്യും? ഓരോന്നിനും നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റൂലേ? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ചിന്തിച്ച് തീരുമാനം എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യൂലേ? അതൊക്കെ നമ്മളുടെ നിയോകോർട്ടെക്സ് ആണ്. ഇനി പുതിയ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാണെന്ന് വിചാരിക്കാം. പുതിയ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ അവിടെ കുറെ സിനാപ്സുകളുടെ എണ്ണം കൂടും. അത് ബ്രെയിനിനെ കൂടുതൽ എഫിഷ്യന്റും എഫക്റ്റീവും ആക്കും. നമ്മുടെ മസ്തിഷ്കത്തിനെ കൂടുതൽ എഫിഷ്യന്റും എഫക്റ്റീവും ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് സിനാപ്സുകൾ ഉണ്ടാവുന്ന നമ്മളുടെ നിയോകോർട്ടെക്സ് അല്ലെങ്കിൽ നവീന മസ്തിഷ്കം. അപ്പോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ബ്രെയിൻ കൂടുതൽ കാര്യക്ഷമമാവും. ഇനി അടുത്തത് കുറച്ച് ടൈപ്പ് ഓഫ് ന്യൂറോൺസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പൊ പിക്ചർ നോക്കിയേ, കുറച്ച് ന്യൂറോൺസ്. ഇവിടെ ഒരു ന്യൂറോൺ ഉണ്ട്, അവര് റിസപ്റ്റേഴ്സിൽ നിന്നും എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. പിന്നെ വേറെ ന്യൂറോൺ കുറച്ച് മെസ്സേജസ് ഒക്കെ വേറെ ആൾക്കാർക്ക്, അതായത് നമ്മളുടെ പല ബോഡി പാർട്സിന് കൊടുക്കുന്നുണ്ട്. അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വേറൊരു ന്യൂറോണിനെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി 3 ടൈപ്പ് ഓഫ് ന്യൂറോണിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ആദ്യത്തേതാണ് സെൻസറി ന്യൂറോൺ. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം റിസപ്റ്റേഴ്സ് ടു ഇന്റർന്യൂറോൺ. ഇമ്പൾസുകളെ റിസപ്റ്റേഴ്സിൽ നിന്നും ഗ്രാഹികളിൽ നിന്നും വാങ്ങിയിട്ട് ഇന്റർന്യൂറോണിന്റെ ഇവിടെ കണ്ട ഇന്റർന്യൂറോണിന് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാം. ഇനി അടുത്തതാണ് മോട്ടോർ ന്യൂറോൺ. carries impulses from interneuron to muscle or gland. ഈ ഇന്റർന്യൂറോണിൽ നിന്നും ഇവിടെ കണ്ട ഇവര് ജോയിൻ ചെയ്തേക്കണ പാർട്ടി കണ്ട അവിടെ നിന്ന് മെസ്സേജസിനൊക്കെ വാങ്ങിയിട്ട് പല പല മസിൽസിലേക്കും പല ഓർഗൻസിലേക്കും കടത്തിവിടും. ഇനി ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഈ ഇന്റർന്യൂറോൺ എന്തിനാണ്? കണക്ട് സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോണുകളെയും സെൻസറി ന്യൂറോണുകളെയും ഒരുമിപ്പിക്കുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന പാർട്ടാണ് ഇന്റർന്യൂറോൺ. നെക്സ്റ്റ് നോക്ക, നെർവുകൾ എന്താണ്, നാഡികൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഓർ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് കവേർഡ് വിത്ത് എ ലെയർ ഓഫ് ഫാറ്റ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂസ്. നാഡികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകൾ കൊഴുപ്പിന്റെ യോജക കലകളുടെയും പാളികളാൽ പൊതിഞ്ഞ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് നാഡികൾ. അപ്പോ നാഡികൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണ്? കൊഴുപ്പും കുറെ യോജക കലകളും കൂടി പൊതിഞ്ഞു വെച്ചേക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പിക്ചർ നോക്കാം. കുറെ ആക്സോണുകളെ, നമ്മളുടെ ആക്സോണുകളാണിത്. അവരെ കുറെ കൊഴുപ്പും കണക്റ്റീവ് ടിഷ്യൂസും ഒക്കെ വെച്ചിട്ട് പൊതിഞ്ഞു വെച്ചേക്കാണ്. നമ്മളുടെ കോപ്പർ വയറില്ലേ, വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന കോപ്പർ വയറില്ലേ, അതിൽ ഓരോ വയറുകളെയും നമുക്ക് ആക്സോൺ ആയിട്ട് എടുക്കാം. ആ ആക്സോണുകളെ പൊതിഞ്ഞു വെച്ചേക്കുന്ന പച്ചമഞ്ഞ കളറൊക്കെ ഇല്ലേ, പച്ച, നീല, മഞ്ഞ, അങ്ങനെ കുറെ കളറില്ലേ, അവരെ നമുക്ക് നാഡികളായിട്ട് പറയാം. സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ഇത് ഓർത്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇനി അടുത്തതാണ് നെർവുകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇനി ഒരു ടേബിൾ ആയിട്ടാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്ക. ആദ്യത്തേതാണ് സെൻസറി നെർവ്. സെൻസറി നെർവ് സംവേദനാഡി. സംവേദനാഡികൾ ഉണ്ടാക്കിയിരിക്കുന്നത് സംവേദ ന്യൂറോണുകൾ വെച്ചിട്ടാണ്. ഇനി അവരുടെ ഫംഗ്ഷൻ നോക്കുക അല്ലെങ്കിൽ ധർമ്മം നോക്കുക. ഗ്രാഹികളിൽ നിന്നും ആവേഗങ്ങളെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്ക് എത്തിക്കലാണ് നമ്മളുടെ സംവേദനാഡിയുടെ ജോലി. അതായത് ട്രാൻസ്മിറ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഓർഗൻസ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓർഗൻസിൽ നിന്നും കുറെ ഇൻസ്ട്രക്ഷൻസിന് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് കൊണ്ടുപോയി കൊടുക്കും. അടുത്തതാണ് മോട്ടോർ നെർവ്. മോട്ടോർ നെർവ് പ്രേരക നാഡി. പ്രേരക നാഡി ഉണ്ടാക്കിയേക്കണത് കുറെ പ്രേരക ന്യൂറോണുകൾ വെച്ചിട്ടാണ്. അവരുടെ ജോലി എന്താ നോക്കുക? കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവങ്ങളിലേക്ക് എത്തിക്കലാണ് നമ്മളുടെ പ്രേരക നാഡി അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോണിന്റെ ഫംഗ്ഷൻ. അടുത്തതാണ് ഇന്റർ ന്യൂറോൺ അല്ലെങ്കിൽ മിക്സ്ഡ് നെർവ് എന്നാണ് വരെ പറയാ. മിക്സ്ഡ് നെർവ് എന്തായിരിക്കും? അപ്പോ സെൻസറിയും മോട്ടോറും കൂടി ഉണ്ടാവും. അവരെന്ത് ചെയ്യും? അപ്പൊ
സെൻസറി ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യണം, മോട്ടോർ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യണം. അപ്പൊ അതിനെന്താ ചെയ്യാ? സമ്മിശ്ര നാഡികളാണ്. സംവേദ ന്യൂറോണും പ്രേരക ന്യൂറോണുകളുമാണ് അവരുടെ നിർമ്മാണ ഘടകം. നിർദ്ദേശങ്ങളെ ഗ്രാഹികളിൽ നിന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥയിലേക്ക്, കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്ന് പല ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കലാണ് ആരുടെ ജോലി? സമ്മിശ്ര നാഡിയുടെ ജോലി. ഇനി നോക്കിയേ, നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവാണ്. ഇപ്പൊ നമ്മളൊരു പട്ടി കടിക്കാൻ വന്നു. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? നമ്മൾ നോർമൽ ആയിട്ട് വെറുതെ നിൽക്കുകയാണ്, അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ബോഡി ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡി പ്രതികരിക്കുക. അങ്ങനെ എന്താ ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത്. അതിനെ പറയുന്നതാണ്, നമ്മളെ പട്ടി കടിക്കാൻ വരുന്ന സിറ്റുവേഷനുള്ളതിനെ നമുക്ക് സിമ്പത്തറ്റിക് സിസ്റ്റം ആയിട്ട് എടുക്കാം. എമർജൻസി സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയാണ്, പെട്ടെന്ന് ഉണ്ടാവുന്ന എന്ത് സാഹചര്യത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിലേക്ക് പറയാം. അപ്പൊ പട്ടി കടിക്കാൻ വരുന്നത് കേട്ടാ, പട്ടി കടിക്കാൻ വരുന്നത് വെച്ചിട്ടാണ് ടീച്ചറോട് പറയണേ. പട്ടി കടിക്കാൻ വരുന്ന സിറ്റുവേഷൻ ഓർത്ത് വെക്കാ. നമ്മളിങ്ങനെ നിക്കാണ്, അപ്പൊ ഒരു പട്ടി ഇങ്ങനെ ഓടിച്ചിടാൻ വരികയാണ്. നമ്മളെ കണ്ടപ്പോ പട്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിൽക്കൂല, നമ്മൾ ഓടുമല്ലേ. നമ്മൾ ഓടുമ്പോ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഓരോ മാറ്റങ്ങളെയും കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പ്യൂപ്പിൾ ഓഫ് ഐ, അല്ലെങ്കിൽ കണ്ണിന്റെ പ്യൂപ്പിളിന് എന്താ പറ്റാന്ന്? കൃഷ്ണമണിയില്ലേ, നിങ്ങൾ പറയുന്ന കൃഷ്ണമണി, കണ്ണിന്റെ പ്യൂപ്പിള് വികസിക്കും അല്ലെങ്കിൽ ഡൈലേറ്റ് ചെയ്യും. ഇനി അതേ സമയം നോർമൽ ആയിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കാണ്, പട്ടിയൊന്നും വരുന്നില്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇങ്ങനെ നിൽക്കാണെന്ന് വെച്ചാല് അതെന്ത് ചെയ്യും? കോൺസ്ട്രിക്ട്സ്. കോൺസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുരുങ്ങിയായിരിക്കും ഇരിക്കുക. ഇനി അടുത്തതാണ് പറയുന്നത് സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് അല്ലെങ്കിൽ സലൈവറി ഗ്രന്ഥി, ഉമിനീർ ഗ്രന്ഥി. ഉമിനീർ ഗ്രന്ഥി എന്ത് ചെയ്യും? സലൈവയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കും, ഉമിനീരിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. പട്ടി കടിക്കാൻ ഓടിക്കുമ്പോ നമുക്ക് ഇങ്ങനെ വായിലൊന്നും വെള്ളം കിട്ടൂല, അതായത് ഉമിനീരൊന്നും ഉണ്ടാവില്ല, തൊണ്ടയിലെ വെള്ളം വച്ചുന്നത് പോലെ ഫീൽ ചെയ്യും, ഇല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇനി നോർമൽ കണ്ടീഷനിലോ ഇൻക്രീസസ് സലൈവ, സാധാരണ പോലെ പ്രൊഡക്ഷൻ നടക്കും. ഉമിനീര് സാധാരണ പോലെ എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതേപോലെ നടക്കും. ഇനി അടുത്തതാണ് പറയുന്നത് ബ്രോങ്കിയോൾ അല്ലെങ്കിൽ ശ്വസനിക. ശ്വസനികക്ക് എന്ത് പറ്റും? ശ്വസനിക വികസിക്കും. നമ്മൾ ഓടുമ്പോ കിതയ്ക്കൂലേ, കുറെ കിതയ്ക്കൂലേ, അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്യും. നോർമൽ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയിരിക്കും. ഇനി പട്ടി ഓടിപ്പിച്ചിടുമ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് നമ്മളുടെ ഹൃദയമിടിപ്പ് കൂടും, ഹാർട്ട് ബീറ്റ് കൂടൂലേ. നോർമൽ അവസ്ഥയിലോ ഹാർട്ട് ബീറ്റ് നോർമൽ ആയിരിക്കും, കുറഞ്ഞിരിക്കുകയായിരിക്കും. ഇനി അടുത്തതാണ് അഡ്രീനൽ ഗ്രന്ഥി അല്ലെങ്കിൽ അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ് എപ്പോഴാണ് പ്രവർത്തിക്കുക? എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. അവിടെ നമ്മൾ പട്ടി ഓടിപ്പിച്ചിടുമ്പോ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോ അവിടെ ഹോർമോണിന്റെ ഉൽപാദനം കൂടും. മറ്റോടത്തോ നോർമൽ ആയിട്ട് വെറുതെ ഇരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? അപ്പൊ അവിടെ അഡ്രീനൽ ഗ്രന്ഥി പണിയൊന്നും ചെയ്യൂല. ഇനി അടുത്തതാണ് ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക്. ദഹന പ്രക്രിയയെ മന്ദീഭവിപ്പിക്കുന്നു, അതായത് ഡൈജഷൻ സ്ലോസ് ഡൗൺ, ഡൈജഷനെ പതുക്കെയാക്കും. നോർമൽ ആയിട്ട് വെറുതെ ഇരിക്കുമ്പോ എന്തായിരിക്കും? സ്റ്റിമുലേറ്റ്സ് ഡൈജഷൻ, ഡൈജഷൻ നല്ല രീതിയിൽ നടക്കും. അടുത്തതാണ് പറയാൻ പോകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ട്. പെരിസ്റ്റാൾസിസ് ആണെന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ആ പെരിസ്റ്റാൾസിസിനെ എമർജൻസി സിറ്റുവേഷൻസിൽ കുറവായിരിക്കും ഉണ്ടാവുക, നോർമലി അത് ഇൻക്രീസസ്. ഇനി ലാസ്റ്റ് വണ്ണാണ് യൂറിനറി ഗ്ലാൻഡ് അല്ലെങ്കിൽ മൂത്രാശയം. മൂത്രാശയം എന്ത് ചെയ്യും? പട്ടി ഒഴിപ്പിച്ചിടുമ്പോ മൂത്രത്തിനെ അവിടെ നിലനിർത്തും. ഇനി നോർമൽ കണ്ടീഷനിലോ അവിടെ ഒന്നും ഉണ്ടാവൂല, ശൂന്യമാക്കും, എംറ്റീസ്. അപ്പൊ ഇത് നോക്കി വെക്ക. ഇതും ഈ പറഞ്ഞ പോലെ ബ്ലാങ്ക് ഇട്ടിട്ട് തരാം, വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഫില്ല് ചെയ്യാൻ പറയും. ഇനി അടുത്തതാണ് റിഫ്ലക്സ് ആക്ഷൻസ്. റിയാക്ഷൻസ് ദാറ്റ് ഒക്കർ സ്പോണ്ടേനിയസ്ലി ആൻഡ് ഇൻവോളണ്ടറിലി ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലി. ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മികമായും നടക്കുന്നതിനെ അനൈച്ഛികമായും പ്രതികരണങ്ങളെയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇനി അതിന്റെ നമുക്ക് ഫിഗർ നോക്കാം. നമ്മളുടെ കാലിൽ ഒരു മുള്ള് കയറി, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഒരു ഈച്ച വരിക,
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാണി നമ്മളുടെ ചവിട്ടിലേക്കോ കണ്ണിലേക്ക് വരുമ്പോ നാം പെട്ടെന്ന് തിരിക്കില്ലേ? അതെങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. സിമ്പിൾ ആണ്, നോക്കി വെക്ക. ആദ്യം തന്നെ ഗ്രാഹികള് അവരെ റിസീവ് ചെയ്യും. അപ്പോ ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോ അതിലേക്ക് ഒരു കുട്ടി ഇങ്ങനെ കൈ കൊണ്ടുവരികയാണ്. ഈ മെഴുകുതിരിയിലേക്ക് ഇങ്ങനെ കത്തിയിരിക്കുന്ന മെഴുകുതിരിയിലേക്ക് കൈ കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? പൊള്ളിപ്പോവില്ലേ? അപ്പോ റിസെപ്റ്റേഴ്സ് ആ ചൂടിനെ റിസീവ് ചെയ്യും. നമ്മളുടെ ഗ്രാഹികൾ ആ ചൂടിനെ റിസീവ് ചെയ്യും. സെൻസറി ന്യൂറോൺ നേരെ അത് ആർക്ക് കൊടുക്കും? ഇന്റർ ന്യൂറോണിന് കൊടുക്കും. ഇന്റർ ന്യൂറോൺ പോയി മോട്ടോർ ന്യൂറോണിന്റെ അടുത്ത് പറയും. മോട്ടോർ ന്യൂറോൺ മസിൽസിന് കൊടുക്കും. അപ്പൊ നമ്മൾ കൈവലിക്കും. നമ്മളുടെ മസിൽസ് എന്ത് ചെയ്യും? കൈവലിക്കും. ഇനി അധികം നേരം വെച്ചാല് പണി കിട്ടും, പൊള്ളുന്നു പറഞ്ഞിട്ട് കൈവലിക്കും. ഇനി അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഗ്രാഹികള് സംവേദന ന്യൂറോണിന് കൊടുക്കും. സംവേദന ന്യൂറോൺ നേരെ ഇന്റർ ന്യൂറോണുകൾക്ക് കൊടുക്കും. അവിടെ നിന്ന് പ്രേരക ന്യൂറോണുകൾ പേശികളുടെ അടുത്ത് പറയും കൈവലിച്ചോ, പണി കിട്ടും, പൊള്ളിപ്പോവും എന്ന് പറയും. അപ്പോ അത്രയും ഉള്ളൂ അത്. ഇനി കുറച്ച് ഓർഗാനിസത്തിന്റെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാം. ആദ്യത്തേതാണ് ഹൈഡ്ര, രണ്ടാമത്തത് പ്ലനേറിയ, മൂന്നാമത്തത് ഇൻസെക്ട്സ്. അതായത് ഹൈഡ്രയും പ്ലനേറിയയും കുറെ ഷഡ്പദങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹൈഡ്രയുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ എങ്ങനെയാന്ന് നോക്കാം. നിയന്ത്രണ കേന്ദ്രം ഇല്ലാത്ത നാഡീജാലികയെ കാണപ്പെടുന്നു. അപ്പൊ അവിടെ നിയന്ത്രണ കേന്ദ്രം ഒന്നുമില്ല, പക്ഷെ ഒരു നെർവസ് സിസ്റ്റം ഉണ്ട്, കേന്ദ്രമായിട്ട് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അടുത്തതാണ് പ്ലനേറിയ. തലയുടെ ഭാഗത്തുള്ള ഒരു ജോലി നാഡീ ഗാംഗ്ലിയകൾ നിർദ്ദേശങ്ങൾ ഏകോപിപ്പിക്കുന്നു. അപ്പോ നാഡീ ഗാംഗ്ലിയകൾ അവിടെ ഉണ്ടാവും, നെർവ് ഗാംഗ്ലിയാസ് ഉണ്ടാവും പ്ലനേറിയയിൽ. ആ നെർവ് ഗാംഗ്ലിയാസ് ഓർത്ത് വെക്കാട്ടോ ഇവിടെ. ഇനി ലാസ്റ്റത്തേതാണ് ഷഡ്പദങ്ങൾ അഥവാ ഇൻസെക്ട്സ്. തലയുടെ ഭാഗത്തുള്ള നാഡീകോശങ്ങൾ കൂടി ചേർന്ന് മസ്തിഷ്കമായി പരിണമിച്ചിരിക്കുന്നു. തലയുടെ ഭാഗത്ത് കുറെ നാഡീകോശങ്ങൾ ഉണ്ടാവട്ടെ, അതെല്ലാരും കൂടി കൂടിയിട്ട് മസ്തിഷ്കമായിട്ട്, ബ്രെയിൻ ആയിട്ട് ഇവോൾവ് ചെയ്ത് വന്നേക്കാണെന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും പുറപ്പെടുന്ന ഒരു ജോഡി നാഡീതന്തുക്കളിലെ ഗാംഗ്ലിയോണുകൾ ഓരോ അറയിലും കാണപ്പെടുന്നു. ഗാംഗ്ലിയ ഓഫ് പെയർഡ് നെർവ് ഫൈബേഴ്സ് എമർജിംഗ് ഫ്രം ദിസ് ആർ സീൻ ഇൻ ഈച്ച് സെഗ്മെന്റ്. അവിടെ നിന്ന് വരുന്ന പെയർഡ് ഗാംഗ്ലിയാസ് എന്തായിട്ട് കാണപ്പെടുന്നു? കുറെ സെഗ്മെന്റുകളായിട്ട് കാണപ്പെടുന്നു. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ സിമ്പിൾ ആണ്, ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓൺ എക്സാമിന് നമുക്ക് ഈ ചാപ്റ്റർ വരെയാണുള്ളേ. അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്താം. എന്നാലേ നമുക്ക് ക്ലാസ്സുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കണം. അതേപോലെ ഈ ചാപ്റ്ററിലെ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലോണം പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. എക്സാം ഒക്കെ എല്ലാവരും നല്ലോണം അറ്റൻഡ് ചെയ്യുക. താങ്ക് യു.